ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ ചാനലിലേക്ക് സ്വാഗതം. എന്ന് വെച്ചാൽ നമ്മുടെ പുതിയൊരു വീഡിയോ എന്ന് പറയാൻ കാരണം, ചാനലെന്ന് പറയാൻ കാരണം, എൻ്റെ മകൻ്റെ പഴയ ഫോണിലായിരുന്നു ഞാൻ ഒരു വീഡിയോസ് യൂട്യൂബ് നടത്തിയിരുന്നത്. അവൻ്റെ ഇമെയിൽ ഐ ഡിയിലായിരുന്നു ഞാൻ. പക്ഷേ അവൻ്റെ ഇമെയിൽ ഐ ഡി അവൻ്റെ ഡിജിറ്റായി പോയ കാരണം എൻ്റെ യൂട്യൂബ് മൊത്തം പോയി. സബ്സ്ക്രൈബ് ചെയ്യുന്നതൊക്കെ കാണാം, ലൈക്ക് ചെയ്യുന്നതൊക്കെ കാണാം. പക്ഷേ എനിക്കത് അതിൽ വീഡിയോ എടുത്തിട്ട് ഇടാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പക്ഷെ അതിന് മാത്രം പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഫോണൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ കഴിഞ്ഞപ്പോൾ അതിന് ഒരു ഫോണ് അച്ഛൻ കൊടുത്തയച്ചു, ഇടം കൊടുത്തയച്ചു കേട്ടോ. വലിയ വിലയൊന്നും അല്ലെങ്കിലും ഒപ്പിലൊതുങ്ങുന്നത് ക്ലാരിറ്റിയുള്ളൊരു ഫോൺ അത് വേണമെന്നല്ലേ നമുക്ക് ആഗ്രഹമുള്ളൂ. വലിയ വിലേൻ്റെ വേണമെന്നൊന്നുമില്ലല്ലോ. അത് അതിൻ്റെതായ അവസ്ഥകളും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കാശുണ്ടെങ്കിൽ മേടിക്കാമല്ലോ. പക്ഷേ ഇപ്പം നമ്മുടെ അവസ്ഥ അങ്ങനെയല്ല. കല്യാണമൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റുന്നതിനനുസരിച്ച് നല്ല ക്ലാരിറ്റിയുള്ളൊരു ഫോൺ താൽക്കാലികം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ എടുക്കണമെന്ന് ഞാൻ വീഡിയോൻ്റെയൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച ഫോൺ കൊണ്ടുവരുന്നതും എടുക്കണം വിചാരിച്ചു. അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫോൺ കൊണ്ടുവരുന്നതും എടുത്തൊളിക്കുമ്പോൾ. ഈ ഫോൺ കണ്ടപ്പോൾ തന്നെ ആക്രാന്തം കൊണ്ട് ഞാൻ വേഗം പൊളിച്ചു കൊടുത്തും ചെയ്തു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്നുകൂടി പറയാൻ മറന്നു. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ചായ തിളച്ചു, പൊടിയിട്ടു ഇറക്കി. പിന്നെ ദോശ ചൂടുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. പിന്നെ എൻ്റെ ഇടയ്ക്ക് ലൂണക്കുട്ടി ഇങ്ങനെ കരയുന്നത് കാണുന്നുണ്ട്. അപ്പം ഞാൻ നമ്മൾ പറഞ്ഞു, അമ്മയ്ക്ക് വിശന്നിട്ടാണ് തോന്നുന്നെങ്കിൽ കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പോയിട്ട് ചോറിൽ ചിലപ്പം അവൻ്റെ പൊടി മിക്സ് ചെയ്യും, ബിസ്ക്കറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഓട്സ് ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്യും. അപ്പോൾ ഓട്സിനെ മിക്സ് ചെയ്തു ചോറിൽ. എന്നിട്ട് ഞാൻ അരച്ച് കഴിഞ്ഞ ശേഷം അരയ്ക്കാണ്ട് നമ്മൾ കൈ കൊണ്ട് വാരി കൊടുക്കുകയാണെങ്കിൽ അരയ്ക്കൊന്നും വേണ്ട കേട്ടോ, അങ്ങനെ കഴിച്ചോളും. ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. ഒരു ദിവസം ഞാൻ വീഡിയോ ഇടാം. പക്ഷേ ഇത് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. അരച്ചിട്ടാക്കി നേരമില്ല അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ വേഗം പോയിട്ട് അരച്ചു. അതിൽ കുറച്ച് മീനൊക്കെ നോക്കിയിട്ട് കൊടുത്തു. അപ്പോൾ അവൾ നല്ലോണം കഴിച്ചു. അപ്പം ഞാൻ അവൾ കഴിക്കുന്നത് കണ്ടപ്പോൾ ആക്രാന്തത്തോടെ കഴിക്കുന്നപ്പോൾ ഞാൻ കുറച്ച് നേരം വീഡിയോസ് എടുത്തുകൊണ്ട് അങ്ങനെ തന്നെ നിന്ന് വീട്ടാം. പിന്നെ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് തിളയ്ക്കാനായി തുടങ്ങി. അപ്പോൾ അതിന് ഗ്ലാസ്സിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ മുക്കണം. ചെമ്പെന്ന് ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം മുക്കണം. അത് മുക്കുകയാണ്. അപ്പോൾ അതിന് അരി കഴുകി ഞാൻ അവിടെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയ്ക്കെത്തിട്ടുള്ളൂ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം അപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ഇന്ന് അവളെ ക്ഷണിച്ചിട്ടുണ്ട് എന്നെ അങ്ങോട്ട്. കാരണം ഒരു ഒട്ടുപിടിക്കൽ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറച്ച് കുട്ടികൾ അങ്ങനെയുള്ള അങ്ങനെയുള്ളവരെ വിളിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനും മോളും കൂടി പോവുക കേട്ടോ. ഉണ്ട് മോൻ വരുന്നില്ല, ഉണ്ടായതുകൊണ്ട് ഓനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഞാനും റിച്ചുമോനും മോളും കൂടിയാണ് പോകുന്നത്. അപ്പോൾ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അരി ഇട്ടു, ചോറ് വെന്തു, അത് വാർക്കുകയാണ്. പിന്നെ സബ്സിഡിയോടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന സമയമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്താട്ടോ ഉള്ള വീട്. ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവന് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവന് വേണ്ടിയിട്ട് നമ്മൾ ചോറും കാര്യങ്ങളൊക്കെ കരുതണമല്ലോ. അപ്പോൾ ചോറൊക്കെ വെന്തപ്പോൾ രാവിലത്തെ ചായയും കടിയൊക്കെ വേഗം ഉണ്ടാക്കി, കറിയൊക്കെ ഉണ്ടാക്കി ചായ കുടിച്ചു. ഈ ചായ കുടിക്കുന്നതും വരെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ മോന്. അവൻ വെള്ളപ്പം എടുക്കുക. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് എടുക്കണമെങ്കിൽ അവളുള്ളപ്പോൾ ഭക്ഷണം കഴിക്കുന്ന എടുക്കാൻ പറ്റില്ല. അതിഷ്ടമില്ല. അപ്പം ഞാൻ ഭാവിമോളോ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചോറ് വെന്ത് വാർത്ത് വെച്ചു. പിന്നെ തക്കാളിക്കറി ഉണ്ടാക്കാൻ പോകട്ടോ. തക്കാളിക്കറിയിൽ മെയിനായിട്ടൊന്നുമില്ല, സാധാരണ തക്കാളിക്കറിയാണ്. വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഇടുക, തക്കാളി, പച്ചമുളക്, കറിവേപ്പില. ഞാൻ അരിഞ്ഞ് വെച്ചത് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഉണ്ടായിരുന്നു. അത് കടുക് പൊട്ടിയപ്പോൾ ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും. നിറം വേണമെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടി ഇടാം. ഈ തക്കാളിയുടെ നിറം തന്നെ ഉണ്ടാവുമല്ലോ. ഞാൻ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, വേണമെന്നുള്ളവർക്ക് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ തക്കാളിക്കറിയൊക്കെ നല്ലോണം വേവാവുന്നത് വരില്ല. അപ്പോൾ നല്ല ഉടച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതിൽ ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു തേങ്ങ ഞാൻ പൊളിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ചിരക്കിയിട്ട് കുറച്ച് കറിക്ക് എടുത്തു, ബാക്കിയുള്ള ഫ്രിഡ്ജിക്ക് എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ പെരുംജീരകം നോക്കിയപ്പോൾ പെരുംജീരകം ഞാൻ പൊടിച്ച് വെച്ചത് ഓർമ്മയില്ല എനിക്ക് കേട്ടോ. പെരുംജീരകം കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൊടിയാണ് ഇട്ടത്. അപ്പോൾ ഞാനിങ്ങനെ പൊടി ഇടുമ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ
നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് പൊടി ഇവർ ചേർക്കണമെന്ന് വിചാരിക്കും കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, പെരുംജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഞാൻ പൊടിച്ച് വെക്കാറുണ്ട് ചിക്കനൊക്കെ ചേർക്കുമ്പോഴും. ഇടയ്ക്കൊക്കെ അങ്ങനെ കറിയിൽ അങ്ങനെ ഇടുന്ന ഒരു ഉണ്ട് പെരുംജീരകം പിന്നെ ഒക്കെയാണ് എനിക്ക് വെളുത്തുള്ളിയൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതാ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു തക്കാളിയും 2-3 പച്ചമുളകും കറിവേപ്പിലയും കൂടി ഞാൻ അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇടാണ് കേട്ടോ. പിന്നെ തേങ്ങയിൽ പെരുംജീരകം ഉള്ളിയും ചേർക്കാം, അല്ലെങ്കിൽ തേങ്ങയിൽ നമ്മൾക്ക് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല. ഞാനിതിൽ ഇതൊക്കെയാണ് ചെയ്യുന്നത്. മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം എടുക്കുന്നത്. മല്ലിപ്പൊടി ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഞാനിതുവരെ അങ്ങനെ മുളകും മഞ്ഞളും അരയ്ക്കുന്ന ഒരു കറിയിൽ ഞാൻ ചേർത്തിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കി നോക്കാം കേട്ടോ, ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാമല്ലോ. അപ്പോൾ അതാ ഞാൻ കൂട്ടാൻ തക്കാളി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടിയും ചേർത്ത് കുഴച്ച് തേങ്ങയും ചേർത്ത് അരച്ച് വെച്ചിട്ട് ഗ്യാസമ്മയ്ക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ഉണ്ണിത്തണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ തറവാട്ടിൽ നിന്ന്. അപ്പോൾ അത് ഞാൻ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മുതിരയും ചേർത്ത് ഞാൻ അടുപ്പത്തേക്ക് ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. അല്ല വെക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുക്കറിൻ്റെ വിസിൽ കാണാനില്ല. അത് കാരണം എന്താ പറയുക, അതിലേക്ക് ഇട്ടിട്ട് ഒരു വിസിലൊക്കെ അടിച്ചാൽ മതിയല്ലോ കുക്കറിലാവുമ്പോൾ. പക്ഷേ എനിക്കത് അടിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. കാരണം അത് അല്ലെങ്കിൽ വേഗം വേവ് അടുപ്പത്ത് ഗ്യാസുമ്മൽ ഇങ്ങനെ ഒന്ന് കളിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരൊറ്റ വിസിലുകൊണ്ട് എന്തോ നമ്മളെ പണി ചെയ്യും. പക്ഷെ എൻ്റെ അടുത്ത് ഒരു അബദ്ധം വന്നു കേട്ടോ. വിസിൽ കാണാനില്ല. അപ്പോൾ പിന്നെ ഗ്യാസുമ്മൽ തന്നെ വെക്കേണ്ടി വന്നു. പിന്നെ മീൻ ഇടുന്നത് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് തിളച്ച് വരുമ്പോൾ മീൻ ഇടാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ റിച്ച് മോൻ എന്തൊക്കെയോ സംസാരിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞൊരു ഉമ്മ എന്നൊക്കെ ചോദിച്ചു ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി വന്നപ്പോൾ പിന്നെ ഞാൻ ആ ഷൂട്ട് അങ്ങോട്ട് എടുക്കാൻ മറന്നു. അവൻ്റെ അതിൽ അവനെ പിന്നെ പറഞ്ഞയക്കണമല്ലോ. അവന് ടാബ് തുറന്ന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ടാബൊക്കെ തുറന്ന് കൊടുത്തൊക്കെ കഴിഞ്ഞ് പോയപ്പോൾ അതിന് മീനിടൽ കഴിഞ്ഞു. അതാണ് ഞാൻ പിന്നെ എടുത്ത് കാണിച്ചേട്ടാ. അങ്ങനെ മീൻ കറിയിലേക്കുള്ള വറവിടാൻ പോവുക. പിന്നെ ഒന്നുമില്ല, നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഒഴിക്കുക, ചെറിയ ഉള്ളി വറവിടുക. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരാനാകുമ്പോൾ 2 മണി ഉലുവ ഇടാം. ഉലുവ പൊട്ടുമ്പോഴത്തേക്ക് കറിവേപ്പിലയും പിന്നെ 2 തുള്ളി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ. അത് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ടേസ്റ്റ് ഉണ്ടോ എന്ന് പറയുമെന്ന് ചില എല്ലാ വീടുകളിലും ചേർക്കുന്നുണ്ടാവും കേട്ടോ. പിന്നെ അപ്പോൾ കറിയായിട്ടാണ്. അപ്പോൾ കുറച്ച് മാത്രം ഞാൻ ആദ്യം കറിക്ക് വേണ്ടി നന്നാക്കിയിട്ടുണ്ട്. അത് വീഡിയോയിൽ എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് വറക്കണം, അതിൽ മാറ്റിയിട്ട് പിറ്റേ ദിവസത്തേക്ക് വെക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നന്നാക്കാൻ പോവുകയാണ്. നന്നാക്കുന്നത് എടുക്കാൻ പറ്റില്ല, എനിക്കൊക്കെ കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനതും എടുത്തിട്ടില്ല. അങ്ങനെ നന്നാക്കലൊക്കെ കഴിഞ്ഞു. നന്നാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നമ്മുടെ മുതിര വറവിടാനുള്ള പരിപാടിയായിട്ടാണ്. അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഗാർഡൻ്റെ ജോലി ചെയ്തൂടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ കുട്ടിക്ക് ഒരു നല്ലൊരു മറുപടി കൊടുക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. കുട്ടി അങ്ങനെ വീടുന്ന കാരണം. അപ്പോൾ ഞാനത് ഈ വീഡിയോയിൽ പറയുകയാണ്. ആ കുട്ടി കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം. ആ കുട്ടിയുടെ പേരെന്തോ ആണ്, പക്ഷേ എനിക്ക് ആ ഒറ്റ വീഡിയോയിലായതുകൊണ്ട് മനസ്സിലാക്കാനും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ നാളത്തെ വീഡിയോയിൽ നോക്കിയിട്ട് പറയാം. ഞാൻ ചെയ്യാം കേട്ടോ അത്. അപ്പോൾ അതായത് ഞാൻ അതിലേക്ക് വറവിടുകയാണ്. മുതിരയിലേക്ക് വറവിടുക കേട്ടോ. മുതിരയിൽ തേങ്ങയും പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ട്, കറിവേപ്പിലയും കൂടി. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളിയും പിന്നെ കറിവേപ്പിലയും ചതച്ച മുളകും കൂടി നോക്കിച്ചിട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പം അതുമായി. പിന്നെ കുറച്ച് മീനുണ്ട് വറക്കാനായിട്ടോ. അപ്പോൾ എല്ലാവരും മീൻ വറുത്തിട്ട് ഞാൻ മാറ്റി വെച്ചു. എല്ലാവരും എന്നെ ഷെയർ ചെയ്യാം. പിന്നെ ആ കുട്ടീനോട് ഞാൻ പറയാനുള്ളത്, ഞാൻ ചെയ്യാട്ടോ വീഡിയോ കല്യാണം അടുത്തിട്ട് ചെയ്തോളാം. അപ്പോൾ ഞാൻ നാളത്തെ വീഡിയോയിൽ ഇടുമ്പോൾ ഞാൻ ആ കുട്ടിയുടെ പേര് പറയാട്ടോ. എനിക്ക് സന്തോഷമായ കുട്ടി അങ്ങനെ പറഞ്ഞതിൽ ഞാൻ ചെയ്തോളാം. പിന്നെ അപ്പം ഞാനിനി ആ വീട്ടിലേക്ക് പോകണതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം വേണം. ഉച്ചയ്ക്ക് 10:30-11 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടും. അതിൻ്റെ മുകളിലുള്ള തിരക്കിട്ട ജോലിയാട്ടോ. അപ്പോൾ ചോറും മാന്തൾ കറിയും മാന്തൾ വറുത്തതും പപ്പടും ഈ ഒരു ഉപ്പേരി, അത് മാത്രമാണ് അന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. 2 ദിവസം മുന്നത്തെ വീഡിയോസാണ്.
അന്ന് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അന്നത്തെ. അന്ന് സൗണ്ട് കൊടുക്കണ്ടല്ലോ, പാട്ട് മതിലത്ത് തന്നെ തൊണ്ടുകൊണ്ട് സൗണ്ട് ഭയങ്കരമായിട്ട് ക്ഷമ വരും. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോസ് സൗണ്ടിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മാത്രം 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വെച്ചതുകൊണ്ടാട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക, അന്നുള്ളത് ഇടാത്തതുകൊണ്ട് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുക. എന്തോ ഒരു കുട്ടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആ കുട്ടിയുടെ പേര് ഫസ്റ്റ് തന്നെ ആഡ് ചെയ്യും കേട്ടോ, പറയാം കേട്ടോ. മറന്നുപോയി. രാമചന്ദ്രൻ അങ്ങനെ എന്തോ ആണ്, എന്തോ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ പേരിൻ്റെ കൂടെ നമ്മുടെ ചന്ദ്രനോ അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ, പറയാം. ഞങ്ങളുടെ വീട്ടിൽ കാട്ടാം. ഇതാ ഞാൻ എൻ്റെ പണികളൊക്കെ മമ്മീനൊക്കെ നച്ചു, പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. അങ്ങനെ അവിടെ എത്തി ചായ വെള്ളം കുടിച്ചു കൂട്ടാ, അതാ എടുത്തില്ല. ബിരിയാണി, മുന്തിരി, പിന്നെ എന്താ വറുത്തത്, അച്ചാറ്, സലാഡ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനും അവളുടെ താത്തയും മറ്റു കുട്ടികളൊക്കെ വന്നു. അവരൊക്കെ നേരത്തെ പോയി. ഞങ്ങൾ ചെന്നപ്പോൾ 2 മണി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടുന്ന് ഒരു പണി കഴിഞ്ഞ് പോയിട്ട് ആയി. അപ്പോൾ അവർക്കൊക്കെ വേഗം പോകേണ്ടവരായതുകൊണ്ട് അവരൊക്കെ ഭക്ഷണം കഴിച്ചു, അവരൊക്കെ പോയിട്ടാണ്. ഞങ്ങൾ നേരെ വൈകുന്നേരം ഞങ്ങൾ അവിടെ തൂത്തായിൽ ഇവളുടെ ഭർത്താവിൻ്റെ ജങ്കാറോ മറ്റേ ബോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതിലൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് ഇവൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് പോയി എൻജോയ് ചെയ്തിട്ടൊക്കെയാണ് വന്നത്. അതാണ് നേരം വൈകിയത്. അതാണ് ഞങ്ങൾ പോയപ്പോൾ തന്നെ നേരം. പിന്നെ അവിടേക്ക് എത്തി അവളെ കാണിക്കാം കേട്ടോ ഞാൻ.